അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാലനാശം വ്യാസദേവചരിതം ഇതു വ്യസനജാലനാശം വ്യസനജാലനാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പഞ്ചമസ്കന്ധം 2-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകം മുതൽ 39 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. വ്യാസ ഉവാച തച്ഛ്രുത്വാ വചനം രംഭ പാവകസ്യ സുഭാഷിതം. തതോ ബ്രവീദ്വചോ രംഭസ്ത്യക്ത്വാ കേശകലാപകം. യദി തുഷ്ടോസി ദേവേശ ദേഹി മേ വാഞ്ഛിതം വരം. ത്രൈലോക്യ വിജയീ പുത്ര സ്യാന്ന പരബലാർദ്ദന. അജേയ സർവധാ സസ്യാദ്ദേവദാനവമാനവൈ. കാമരൂപീ മഹാവീര്യ സർവലോകാഭിവന്ദിത. പാവകസ്തം തഥേത്യാഹ ഭവിഷ്യതി തവേപ്സിതം. പുത്രസ്തവ മഹാഭാഗാ മരണാദ്വിരമാധുനാ. യസ്യാം ചിത്തം തു രംഭ ത്വം പ്രമദായാം കരിഷ്യസി. തസ്യാം പുത്രോ മഹാഭാഗാ ഭവിഷ്യതി ബലാധിക. വ്യാസ ഉവാച ഇത്യുക്തോ വഹ്നിനാരംഭോ വചനം ചിത്തരഞ്ജനം. ശ്രുത്വാ പ്രണമ്യ പ്രയയൗ വഹ്നിം തം ദാനവോത്തമ. യക്ഷൈ പരിവൃതം സ്ഥാനം രമണീയം ശ്രിയാന്വിതം. ദൃഷ്ട്വാ ചക്രേ തദാ ഭാവം മഹിഷ്യാം ദാനവോത്തമ. മത്തായാം രൂപപൂർണായാം വിഹായാന്യാം ച യോഷിതം. സാ സമാഗാച്ച തരസാ
കാമയന്തി മുദാന്വിത രംഭോപി ഗമനം ചക്രേ ഭവിതവ്യപ്രണോദിത സാതു ഗർഭവതി ജാത മഹിഷി തസ്യ വീര്യത താം ഗൃഹീത്വാധ പാതാളം പ്രവിവേശ മനോഹരം മഹിഷേഭ്യശ്ച താം രക്ഷൻ പ്രിയാമനുഗതാം കില കദാചിൽ മഹിഷശ്ചാന്യ കാമാർത്തസ്താമുപാദ്രവൽ സ്വയമാഗത്യ തം ഹന്തും ദാനവ സമുപാദ്രവൽ സ്വരക്ഷാർത്ഥം സമാഗത്യ മഹിഷം സമതാടയൽ സോപി തം നിജഘാനാശു ശൃംഗാഭ്യാം കാമമോഹിത താഡിതസ്തേന തീക്ഷ്ണാഭ്യാം ശൃംഗാഭ്യാം ഹൃദയേ ഭൃശം ഭൂമൗ പപാതതരസാ മമാരച വിമൂർച്ഛിത സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ ശ്രീമഹാലക്ഷ്മീ നമഃ ശ്രീമഹാസരസ്വത്യൈ നമഃ സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് ശ്രീമദ് ദേവി ഭാഗവതം പഞ്ചമസ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകം മുതൽ 39 കൂടിയുള്ള 13 ശ്ലോകങ്ങളെ ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ ആ ജഗദംബികയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കണം. നതോന്നതാവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ ഈണം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, അഗ്നിദേവൻ തൻ്റെ ആശ്വാസമേറുന്ന വാക്കു കേട്ട് അവനോ മുടിക്കെട്ടിലെ പിടിവിട്ടല്ലോ. പിന്നെ ചൊല്ലി ആഗ്രഹിക്കും വരം നൽകൂ, ശത്രുബലമില്ലാതാക്കും വീരനായ പുത്രനെ നൽകൂ. ആരും ജയിക്കാൻ പാടില്ല ദേവദൈത്യമാനവർക്കും, അജയ്യനായി കാമരൂപിയാകണമവൻ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ആഗ്രഹം അതാണെങ്കിലോ അങ്ങിനെയെന്നായി അഗ്നി മരിക്കേണ്ടെന്നു പറഞ്ഞു അനുഗ്രഹിച്ചു. ഏതു സ്ത്രീയിൽ നിൻ മനസ്സു രമിച്ചിടുമവളിലായി, അതിബലവാനാം പുത്രൻ നിനക്കുണ്ടാകും. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. വ്യാസം പറഞ്ഞു, മനസ്സിൽ ആനന്ദമേകി അഗ്നിദേവൻ പറഞ്ഞപ്പോൾ
പ്രണമിച്ചു രംഭൻ താനും മടങ്ങിപ്പോയി. ഐശ്വര്യമേറുന്ന യക്ഷപുരി തന്നിലെത്തിയപ്പോൾ മഹിഷകന്യയെ കണ്ടു കാമം ജനിച്ചു. രൂപസമ്പന്നയായുള്ള നാരിയെ സ്വീകരിക്കാതെ അവളെ കാമിച്ചു രംഭൻ പ്രാപിച്ചുവല്ലോ. വിധിപ്രേരിതനായി രംഭൻ അവളൊത്തു യാത്രയായി. അവന്റെ വീര്യത്താലവൾ ഗർഭിണിയായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. തൻ പ്രിയയെ മറ്റു മഹിഷങ്ങളിൽ നിന്നു രക്ഷിക്കാൻ രംഭൻ അവളെയും പാതാളത്തിങ്കലാക്കി. കാമാർത്തൻ ഒരു മഹിഷം അവളെ ദ്രോഹിക്കാനെത്തി. അവനെ കൊല്ലാനായി രംഭൻ ഓടിയണഞ്ഞു. സ്വരക്ഷയ്ക്കായി രംഭൻ മഹിഷത്തെ പ്രഹരിച്ച നേരം മഹിഷമൊക്കൊമ്പിനാലെ ആഞ്ഞുവെട്ടിനാൻ. കൊമ്പിനാലെ മാറിയിടത്തിൽ വെട്ടേറ്റ നേരം രംഭനോ മോഹാലസ്യപ്പെട്ടു. പിന്നെ ജീവൻ വെടിഞ്ഞു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, അമ്മേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ്ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന ഈ അക്ഷരസപര്യ ഇന്ന് 430 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ്ദേവി ഭാഗവതം പഞ്ചമസ്കന്ധം 2 അധ്യായത്തിൽ 27 ശ്ലോകം മുതൽ 39 കൂടിയുള്ള ശ്ലോകങ്ങളെയാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ആ ശ്ലോകങ്ങളിലൂടെ നമുക്ക് അമ്മയ്ക്കുള്ള ഉപാസന, അമ്മയ്ക്കുള്ള സമർപ്പണം നടത്താം. വ്യാസ ഉവാചാം തച്ഛുത്വാ വചനം രംഭാം പാവകസ്യ സുഭാഷിതം തതോബ്രവീദ്വചോ രംഭസ്ത്യക്ത്വാ കേശകലാപകം. രംഭൻ എന്ന അസുരൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹിഷൻ ആരുടെ പുത്രനാണ് എന്ന് ചോദിച്ചപ്പോൾ
അഗ്നിദേവന്റെ ആശ്വാസവചനം. തൻ്റെ ആ തല വെട്ടി അഗ്നിക്ക് സമർപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് അഗ്നിദേവൻ തടഞ്ഞും കൊണ്ട് പറഞ്ഞത്, സ്വന്തം ശിരസ് മുറുക്കിയേ, എന്ത് വിഡ്ഢിത്താണ് നീ കാണിക്കണത്, നിനക്ക് എന്ത് വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ, ആ അഗ്നിദേവന്റെ ആശ്വാസവചനം കേട്ടപ്പോൾ, പാവകസ്യ സുഭാഷിതം, നല്ല ഭാഷ കേട്ടപ്പോൾ രംഭൻ കേശകലാപകം, തൻ്റെ മുടിക്കെട്ടിൽ നിന്ന് കൈയെടുത്തു. എന്നിട്ട് പറഞ്ഞു, യതി തുഷ്ടോസി ദേവേശ, അങ്ങ് സന്തുഷ്ടനാണെങ്കിൽ ഹേ ദേവേശ, ദേഹിമേ വാഞ്ചിതം വരം, ഞാൻ ആഗ്രഹിക്കുന്ന വരം എനിക്ക് തരൂ. ത്രൈലോക്യ വിജയീ പുത്ര സ്യാന്ന പരബലാർദ്ദന, എനിക്ക് ശത്രുക്കളുടെ ബലത്തെ ഇല്ലാതെയാക്കുന്നവനും പരബലാർദ്ദനായിരിക്കുന്ന, ത്രൈലോക്യ വിജയിയായിരിക്കുന്ന, 3 ലോകങ്ങളും വിജയിക്കുന്ന ഒരു പുത്രൻ ഉണ്ടാവണം. അജേയ സർവധാ സസ്യാ ദേവദാനവ മാനവൈ, അവനെ ആർക്കും ഒരു തരത്തിലും ജയിക്കാൻ സാധിക്കരുത്. അത് ദേവനാവട്ടെ, ദാനവനാവട്ടെ, മനുഷ്യനാവട്ടെ, അവനെ ജയിക്കരുത്. കാമരൂപി മഹാവീര്യ സർവലോകാഭിവന്ദിത, സർവലോകവും അവനെ ആ വന്ദിക്കുന്നവനാവണം, മഹാപരാക്രമിയാവണം, ഇഷ്ടം പോലെ രൂപം ധരിക്കാൻ കഴിവുള്ളവനുമാവണം, കാമരൂപിയാവണം. പാവകസ്തം തഥേത്യാഹ ഭവിഷ്യതി തവേപ്സിതം, പാവകൻ ആ അഗ്നിദേവൻ പറഞ്ഞു, ശരി, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പുത്രസ്തവ മഹാഭാഗ മരണാത് വിരമാധുന, അപ്പോ അങ്ങനെ ഒരു പുത്രനുണ്ടാവട്ടെ, നീയിപ്പോ മരിക്കണ്ട എന്ന് പറഞ്ഞും കൊണ്ട്, അധുന, ഇപ്പൊ മരിക്കണ്ട എന്നും പറഞ്ഞും കൊണ്ട് അഗ്നിദേവൻ അവിടുന്ന് അപ്രത്യക്ഷമായി അനുഗ്രഹിച്ചു. ഒന്നുകൂടി പറഞ്ഞു, യസ്യാം ചിത്തം തു രംഭത്വം പ്രമദായാം കരീഷ്യസി തസ്യാം പുത്രോ മഹാഭാഗ ഭവിഷ്യതി ബലാധിക, നിനക്ക് ഏത് സ്ത്രീയിലാണോ നിന്റെ മനസ്സ് അത്യധികം ആവേശിക്കപ്പെടുന്നത്, അവളിൽ ഹേ മഹാഭാഗ നിനക്ക് അതിബലവാനായ ബലാധിക പുത്ര ഭവിഷ്യതി, നിനക്ക് വളരെ ശക്തനായിട്ടുള്ളൊരു പുത്രൻ ഉണ്ടാവും. വ്യാസൻ തുടർന്ന് പറയുകയാണ്, ഇത്യുക്തോ വഹ്നിനാരംഭോ വചനം ചിത്തരഞ്ജനം, ചിത്തരഞ്ജനം വചനം, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന, മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന അഗ്നിദേവന്റെ വാക്കുകൾ കേട്ടിട്ട് ആ രംഭൻ ശ്രുത്വാ പ്രണമ്യ പ്രയോ വന്യം തം ദാനവോത്തമ, അഗ്നിദേവനെ പ്രണമിച്ചു, അവിടുന്ന് യാത്രയായി. യക്ഷൈ പരിവൃതം സ്ഥാനം രമണീയം ശ്രിയാന്വിതം, ശ്രിയാന്വിതം ഐശ്വര്യം നിറഞ്ഞ രമണീയമായിരിക്കുന്ന, യക്ഷന്മാരാൽ ആ പരിരക്ഷിക്കപ്പെട്ട, യക്ഷൈ പരിവൃതം യക്ഷപുരിയിൽ എത്തിയിരിക്കുന്ന ആ സമയത്ത് ആ ദാനവോത്തവൻ ദൃഷ്ട്വാ ചക്രേ തഥാഭാവം മഹിഷ്യാം ദാനവോത്തമ, ഒരു മഹിഷകന്യകയെ കണ്ടു, അവളിൽ കാമമുണർന്നു എന്നാണ്. മത്തായാം രൂപപൂർണായാം വിഹായാന്യാം ചയോഷിതം, രൂപസമ്പന്നയായ മറ്റൊരു നാരിയെയും സ്വീകരിക്കാതെ, സാ സമാഗാച്ച തരസാ കാമയന്തി മുദാന്വിത, അവളാണ്, അവൾ മത്തയാണ്, മതഗർഭിതയായ അവളെയാണ് ഈ രംഭൻ കാമിച്ചത്. കാമാർത്തനായ ആ രംഭൻ, കാമാർത്തയായ ആ മഹിഷകന്യക സസന്തോഷം ആ രംഭനെ സ്വീകരിച്ചു, അവനെ പ്രാപിച്ചു. രംഭോപീഗമനം ചക്രേ ഭവിതവ്യപ്രണോദിത സാതു ഗർഭവതി ജാത മഹിഷി തസ്യ വീര്യത, തസ്യ വീര്യത, അവന്റെ വീര്യത്താൽ. ഇവിടെ ഭവിതവ്യപ്രണോദിത, വിധി പ്രേരിതനായിരിക്കുന്ന രംഭൻ ആ മഹിഷകന്യകയെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് യാത്രയായി. എന്നിട്ടോ അവന്റെ വീര്യം കൊണ്ട് ഗർഭവതിയായി തീർന്നു മഹിഷകന്യക. താം ഗൃഹീത്വാധ പാതാളം പ്രവിവേശ മനോഹരം മഹിഷേഭ്യഷ്ട താം രക്ഷൻ പ്രിയാ മനുഗതാം കില എന്നാണ്. തന്നെ അനുഗമിച്ച പ്രിയയെ, ആ മഹിഷകന്യകയെ മറ്റു മഹിഷങ്ങൾ, മറ്റുള്ളവര് ഇതിനെ ആക്രമിച്ചാലോ, അപ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് രംഭൻ മനോഹരം പാതാളം പ്രവിവേശ, അതിമനോഹരമായിരിക്കുന്ന
പാതാളത്തിലേക്ക് എത്തിച്ചേർന്നു. രംഭൻ ഈ മഹിഷകന്യകയും കൂട്ടി പാതാളത്തിലേക്ക് പോണു. കദാചിൽ മഹിഷശ്ചാന്യ കാമാർത്തസ്താമുപാദ്രവൽ സ്വയമാഗത്യ തം ഹന്തും ദാനവ സമുപാദ്രവൽ. ഒരിക്കൽ കാമാർത്തനായിരിക്കുന്ന മറ്റൊരു മഹിഷം, ഇത് മഹിഷകന്യകയാണെങ്കിൽ ഒരു പോത്ത് അല്ലേ മഹിഷം, ആ മഹിഷം ഇവളുടെ അടുത്തേക്ക് ഈ മഹിഷകന്യകയെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നു. ഈ സമയത്തോ സ്വയമാഗത്യ തം ഹന്തും ദാനവ സമുപാദ്രവൽ, ആ മഹിഷത്തെ കൊല്ലാനായിട്ട് ആ ദൈത്യൻ രംഭൻ വളരെ വേഗത്തിൽ അവിടേക്ക് ഓടി എത്തി. സ്വരക്ഷാർത്ഥം സമാഗത്യ മഹിഷം സമതാടയൽ സോപി തം നിജഘാനാശു ശൃംഗാഭ്യാം കാമമോഹിത. തൻ്റെയും അതേപോലെ തൻ്റെ പത്നിയുടെയും രക്ഷയ്ക്കായിട്ട് രംഭൻ ആ മഹിഷത്തെ ആഞ്ഞ് പ്രഹരിച്ചു, നല്ല പെട്ട കൊടുത്തു എന്നാണ്. കാമാർത്തനായിരിക്കുന്ന ആ മഹിഷോ അവിടെ പറയുകയാണ് കാമമോഹിത. ആ മഹിഷം അവനെ, ആ രംഭനെ തൻ്റെ കൊമ്പുകൊണ്ട് ആഞ്ഞ് വെട്ടുകയാണ് ചെയ്തത് അല്ലേ. നമ്മൾ പറയാറില്ലേ കൊമ്പ് കൊണ്ട് വെട്ടുക എന്നാണ് പറയുക. ആ വെട്ട് താഡിതസ്തേന തീക്ഷ്ണാഭ്യാം ശൃംഗാഭ്യാം ഹൃദയേ ഭൃശം ഭൂമൗ പപാതതരസ മമാരച വിമൂർച്ഛിത. എന്താ ഉണ്ടായത്? കൂർത്ത കൊമ്പുകൾ കൊണ്ട് മാറിടത്തിൽ വെട്ടേറ്റപ്പോൾ ആ ദൈത്യൻ മോഹാലസ്യപ്പെട്ടു, താഴെ വീണു. തരസ, പെട്ടെന്ന് താഴെ വീണു. മമാരച വിമൂർച്ഛിത, താഴെ വീണ് ആ ബോധം പോയി മരിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ആ 39-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കുകയാണ്. നാളെ 40-ാമത്തെ ശ്ലോകം മുതൽ 50 കൂടിയുള്ള ശ്ലോകങ്ങളെ നമുക്ക് അനുസ്മരിക്കാം. ഇപ്പോൾ സമർപ്പിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ, ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു,
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.